നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കണം. ഇല്ലായ്മയുടെയും പരസ്പരം പങ്കുവെക്കലിൻ്റെയും ആ പഴയ കാലത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അവിടെ കുടുംബ ബന്ധങ്ങൾക്കാണ് മനുഷ്യർ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത്. അച്ഛനും അമ്മയും മക്കളും ബന്ധുക്കളുമൊക്കെ ചേർന്ന സന്തുഷ്ട കുടുംബങ്ങൾ. ഇപ്പോൾ സാമാന്യം എല്ലാ വീടുകളിലും പട്ടിണിയും ദാരിദ്ര്യവുമൊക്കെ ഒരു പഴങ്കഥയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി, പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ പലർക്കും സമയം പോലുമില്ല. അതിനിടെ സൗഹൃദത്തിൻ്റെ തലങ്ങൾ തന്നെ മാറി. പങ്കാളികൾ മറ്റ് സൗഹൃദം തേടി പോയപ്പോൾ ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായി. മദ്യവും ലഹരിയും കുടുംബങ്ങളിൽ വില്ലനായി. ഇതിനെല്ലാം ഇടയിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ വല്ലാത്തൊരു നോവായി. കേരളത്തിലെ കുടുംബങ്ങളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കോട്ടയം മാഞ്ഞൂരിൽ 9 മാസം ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയപ്പോൾ അനാഥരായത് 2 പെൺകുഞ്ഞുങ്ങളാണ്. ഇതോടൊപ്പം IB ഉദ്യോഗസ്ഥയായ മേഘയുടെ മരണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നു. ആ കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘ മാനസികമായും സാമ്പത്തികമായും മാത്രമല്ല ചൂഷണം ചെയ്യപ്പെട്ടത്. അവളെ കാമുകൻ ലൈംഗികമായും ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി വീണ്ടും കുടുംബം രംഗത്ത്. IB ഉദ്യോഗസ്ഥനായ സുഗാന്ത് തന്നെ ചതിക്കുകയാണെന്നും അയാൾക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നും അറിഞ്ഞത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മരിക്കാൻ തീരുമാനിച്ച ആ ദിവസം മേഘ 8 തവണയാണ് സുഗാന്തുമായി ഫോണിൽ സംസാരിച്ചത്. അതിനിടെ ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. സുഗാന്തിൻ്റെ പ്രേരണയിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിൻ്റെ നിഗമനം. നിലവിലെ അന്വേഷണം തൃപ്തികരമെന്ന് പിതാവ് മധുസൂദനൻ പ്രതികരിച്ചു. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പോൾ അതിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വക്കീലിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇനി തുടർ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പേട്ട CA കാണുക. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിയെ രാജ്യം വിട്ടുപോകാതിരിക്കാനുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘയുടെ ആത്മഹത്യയിൽ കാമുകനും IB ജീവനക്കാരനുമായ സുഗാന്തിന്റെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പേട്ട പോലീസിന് തെളിവുകൾ കൈമാറിയ ശേഷമായിരുന്നു പിതാവ് മധുസൂദനന്റെ ഈ പ്രതികരണം. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തനാണെന്നും സുഗാന്ത് സുരേഷിന്റെ പ്രേരണയിലാണ് ആത്മഹത്യയെന്ന് പോലീസ് പറഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുഗാന്ത് സുരേഷിന്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം. നമ്മൾ ഹാജരാക്കുന്നത് ശരിയാണോ എന്നറിയാൻ അവർ ക്രോസ് ചെക്കിംഗ് പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പലയിടത്തും സ്ഥലത്ത് പോയിട്ട് അവർ പരിശോധിക്കുകയും അതിന് വേണ്ട രേഖ നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തു. മേഘ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായും ഇത് സംബന്ധിച്ച തെളിവുകൾ പോലീസിന് കൈമാറിയതായും മധുസൂദനൻ പറഞ്ഞു. കുടുംബം കൈമാറിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതായാണ് വിവരം. ആരോപണമുയർന്നതിന് പിന്നാലെ ഒളിവിൽ പോയ സുഗാന്തിന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ മാർച്ച് 24-നാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധു ചാക്കയ്ക്ക് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. അമ്മേ, ഞാൻ ഇല്ലാതായാലും മക്കളെ നോക്കണം. അവരെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കരുത്. അമ്മയ്ക്കും അച്ഛനും മക്കളെ നോക്കാൻ പറ്റാതെ വന്നാൽ അവരെ അനാഥാലയത്തിലാക്കിയാൽ മതി. കോട്ടയം മാഞ്ഞൂരിലെ അമിത എന്ന യുവതി ആത്മഹത്യ ചെയ്യും മുൻപ് അമ്മയെ ഫോണിൽ വിളിച്ച് പറഞ്ഞതാണിത്. പിന്നീട് അമ്മ എൽസമ്മ കേട്ടത് മകളുടെ മരണ വാർത്ത. പറക്കമുറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങളെ തനിച്ചാക്കിയാണ് 9 മാസം ഗർഭിണിയായ അമിത ജീവനൊടുക്കിയത്. ഭർത്താവ് അഖിലിൻ്റെ ക്രൂരമായ പീഡനമാണ് മകളെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. കടുത്ത മദ്യപാനിയായ അഖിൽ അമിതയുടെ സ്വർണം മുഴുവൻ വിറ്റതായും വീട്ടിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെന്നും പരാതിയുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് മാഞ്ഞൂരിലെ അഖിലിന്റെ വീട്ടിൽ അമിത തൂങ്ങി മരിച്ചത്.
തന്റെ 2 മക്കളെയും നോക്കണമെന്ന് അമ്മ എൽസമ്മയെ ഫോൺ വിളിച്ചു പറഞ്ഞ ശേഷമായിരുന്നു ആത്മഹത്യ. വീട്ടിലില്ലാതിരുന്ന അഖിലിനെ അമ്മ എൽസമ്മ ഫോണിൽ വിളിച്ച് അറിയിച്ചു. വീട്ടിൽ തിരികെ എത്തി നോക്കിയപ്പോൾ അമിതയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. അമിതയുടെ ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 4.5 വർഷം മുൻപാണ് അഖിലും അമിതയും വിവാഹിതരായത്. 2 കുട്ടികളുമുണ്ട്. ആത്മഹത്യ ചെയ്യുമ്പോൾ ഗർഭിണിയായിരുന്നു. ആത്മഹത്യ സംബന്ധിച്ച സൂചന അവസാനമായി അമ്മയോട് ഫോണിൽ സംസാരിക്കുമ്പോഴും അമിത പങ്കുവച്ചു. ഞാനില്ലാതായാലും അവർക്ക് വിട്ടു കൊടുക്കണ്ട കേട്ടോ. അമ്മയ്ക്ക് അച്ഛനും നോക്കാൻ പറ്റില്ല. അത് വരുമ്പോൾ അനാഥാലയത്തിലോട്ട് കൊടുത്തുവെച്ചാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും അത്രയും പറയുകയും ചെയ്തു. ഫോൺ കട്ടാവുകയും ചെയ്തപ്പോൾ ഉടനെ ഞാൻ അഖിലിനെ വിളിച്ചപ്പോൾ അഖിൽ പറഞ്ഞു, അമ്മ ഞാൻ 1 പ്രാവശ്യം വിളിച്ചിട്ടില്ല, 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ അഖിലെ നീ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പുറത്ത് അമ്മയെന്ന് പറഞ്ഞു. നീ വേഗം വീട്ടിലേക്ക് വല്ല, ഞാനിപ്പോൾ അങ്ങോട്ട് വരും, അവൾക്കെന്തോ പ്രയാസം അവിടെയുണ്ട്, വേഗം ചെല്ലണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ചോദിച്ചു അന്നേരം അമ്മയോട് ചോദിച്ചു, അമ്മ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉച്ചയായപ്പോൾ തുടങ്ങി ഇവർ തമ്മിൽ പൊക്കത്തിരുന്ന് എന്തോ പ്രശ്നമാണ്. എന്നാന്ന് എനിക്കറിയത്തില്ല, എന്നോടൊന്നും പറഞ്ഞില്ല, അവർ പൊക്കത്തിലാണെന്ന് പറഞ്ഞു. അമിതയുടെ സ്വർണം മുഴുവൻ അഖിലെടുത്തതായി കുടുംബത്തിന് പരാതിയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം വ്യക്തമാകൂ. ന്യൂസ് 18 കോട്ടയം. കൗമാരപ്രായത്തിൽ പെൺകുട്ടികൾ പല പ്രണയക്കെണികളിലും വീഴാറുണ്ട്. കാമുകൻ ഏത് ക്രിമിനലാണെങ്കിലും ലഹരിക്കടിമയാണെങ്കിലും പ്രണയം തലയ്ക്ക് പിടിച്ചാൽ പെൺകുട്ടികൾ അതിൽ നിന്നും പിന്മാറില്ല. പത്തനംതിട്ട വലഞ്ചുടിയിലെ ആവണി എന്ന 9ാം ക്ലാസ്സുകാരിയും അയൽവാസിയായ യുവാവും തമ്മിലുള്ള പ്രണയത്തെ വീട്ടുകാർ എതിർത്തതും അയാളുടെ സ്വഭാവദൂഷ്യം കാരണമാണ്. അതിൻ്റെ പകയിൽ ലഹരിക്കടിമയായ യുവാവ് കാമുകിയുടെ അച്ഛനെയും സഹോദരനെയും നടുറോഡിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. അതും കാമുകിയുടെ കൺമുന്നിൽ വെച്ച്. ഇതിൻ്റെ മനോവിഷമത്തിൽ ആറ്റിലേക്ക് ചാടിയ ആവണിയെ മരിച്ച നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത്. കേസിൽ അയൽവാസിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവ് മകളെ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്ന് ആവണിയുടെ അച്ഛൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം വലഞ്ചുഴി ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് വീട്ടുകാർക്കൊപ്പം മടങ്ങുമ്പോഴാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ ആവണി പാലത്തിൽ നിന്നും ആറ്റിലേക്ക് ചാടിയത്. അയൽവാസിയും ആൺസുഹൃത്തുമായ യുവാവ് അച്ഛനെയും സഹോദരനെയും ആക്രമിക്കുന്നത് നേരിൽ കണ്ടതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ. പെൺകുട്ടിയെ രക്ഷിക്കാൻ ഫയർഫോഴ്സും നാട്ടുകാരും പരിശ്രമം നടത്തിയെങ്കിലും വിഫലമായി. അയൽവാസിയായ 21-കാരനാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് ആവണിയുടെ കുടുംബത്തിന്റെ ആരോപണം. ആവണിയെ നിരന്തരം യുവാവ് ശല്യം ചെയ്തിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഇവർ നേരത്തെ ഒരു ചെറിയ ലോഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ ശരത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുക്കന്മാർ. അപ്പോൾ അതിനെപ്പറ്റി ഇവരെന്ത് സംസാരം ഉണ്ടായി. സംസാരം എൻ്റെ മോനെ പഠിച്ചുകൊണ്ടിരിക്കുക, അവനോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുമായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു. അങ്ങനെ ഞാനവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്ന തന്നെ അവളെ ചീത്ത വിളിക്കുന്നത് ഞാൻ കാണും. എൻ്റെ മോളെ ഈ ആവണി. അപ്പോൾ ഞാൻ അവനെ അടിച്ചപ്പം ഇവൻ്റെ കൂട്ടുകാരന്മാർ ഒത്തിരി പേര് എന്നെ അടിച്ചു. അപ്പോൾ എന്നെ അടിക്കുന്ന കണ്ടുകൊണ്ടാണ് ഇവളെടുത്ത് വെള്ളത്തിൽ ചാടി. ആവണിയെ ശരത്ത് ചീത്ത വിളിച്ചു. അപ്പോൾ ഞാനിത് ഞാൻ ചീത്ത വിളിക്കുന്ന ഞാൻ ഇവനെ അടിച്ചത്. അമ്മയെ സാർ അപ്പം പിടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ആദ്യത്തെ ഒരു റൗണ്ട് ചീത്ത വിളി കഴിഞ്ഞായിരുന്നു. ഇവന് ഭയങ്കര ശല്യമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇവിടെ വാർഡ് മെമ്പർമാരോടൊക്കെ പറഞ്ഞ് എല്ലാം നിർത്തലാക്കിയതായിരുന്നു. ആ ശല്യമെന്ന് പറഞ്ഞ് അത് പ്രശ്നമായിട്ട് എന്നോടൊന്നും പറഞ്ഞായിരുന്നു. ഇപ്പം ഭയങ്കര ശല്യം ചെയ്യുന്നുണ്ട് ഇതാന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മെമ്പറിനോട് ഞാൻ പറഞ്ഞായിരുന്നു. മെമ്പർ പറഞ്ഞ് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങൾ പട്ടികാധികാരമുണ്ട്, നിങ്ങൾ ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ അവനോടും വിളിച്ച് പറഞ്ഞു ഇന്നവരൊക്കെ അത് വലിയ കേസാകും എന്നൊക്കെ പറഞ്ഞു. ആരോപണ വിധേയനായ യുവാവിനെ പോലീസ് കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ആവണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 പത്തനംതിട്ട. പോലീസിൻ്റെ 3ാം മുറ പ്രയോഗവും കസ്റ്റഡി മർദ്ദനവുമൊക്കെ പതിവായി കേൾക്കാറുള്ളതാണ്. സ്റ്റേഷനിൽ വെച്ച് ഒരു മരണം സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസിന് അങ്ങനെ ഒഴിയാൻ കഴിയുമോ? വയനാട് കൽപ്പറ്റയിലെ പോലീസ് സ്റ്റേഷനിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അമ്പലവയൽ സ്വദേശി
ഗോകുലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാണ്. കേസിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തും. അമ്പലവയൽ സ്വദേശി ഗോകുലിനെ രാവിലെ 8 മണിയോടെയാണ് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ധരിച്ചിരുന്ന ഷർട്ട് ഉപയോഗിച്ച് ശുചിമുറിയിൽ തൂങ്ങി മരിച്ചുവെന്നാണ് വിവരം. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് യുവാവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു. ഇതിനിടെ രാവിലെ 7:45 ഇയാൾ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. ശുചിമുറിയിൽ പോയ ഗോകുലിനെ 8 മണിയായപ്പോഴും കാണാതായപ്പോൾ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. രാവിലെ റിപ്പോർട്ടിംഗ് സമയമായതിനാൽ SI ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷനിലുണ്ടായിരുന്നു. ഉടൻ പോലീസ് വാഹനത്തിൽ ഗോകുലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചിരുന്നെന്നാണ് വിവരം. ഗോകുൽ ഒറ്റയ്ക്കാണ് ശുചിമുറിയിലേക്ക് പോയതെന്നും സ്റ്റേഷനിലെ CCTV പരിശോധിച്ചുവെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. പോക്സോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഗോകുലിനെ സ്റ്റേഷനിൽ നിർത്തിയതെന്ന് വയനാട് SP തബോഷ് ബസുമതാരി പറഞ്ഞു. ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടിങ്ങുള്ള സമയം 7:45 ആ സമയത്ത് ഈ മരണപ്പെട്ട ഡിസീസ് ആൾ ബാത്റൂമിൽ പോകാൻ ആവശ്യപ്പെട്ടായതുകൊണ്ട് ആ സമയത്ത് ബാത്റൂമിൽ പോയി. കുറച്ച് കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംശയം തോന്നിയതുകൊണ്ട് അതിൽ ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ ഒരു ഷർട്ട് ഇട്ടിട്ട് തൂങ്ങാനുള്ള ഒരു സ്ഥിതിയിൽ കണ്ടുപിട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് ഗോകുലിനെയും പെൺകുട്ടിയെയും സ്റ്റേഷനിൽ എത്തിച്ചത്. അതിനാൽ ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചില്ല. പെൺകുട്ടിയെ രാത്രി തന്നെ സഖിയിലേക്ക് മാറ്റി. ഗോകുലിനെ സ്റ്റേഷനിൽ തന്നെ നിർത്തുകയായിരുന്നു. ഇരുവരുടെയും വീട്ടുകാരെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും SP വ്യക്തമാക്കി. അപ്പോൾ അവിടെ തന്നെ മെഡിക്കൽ നടത്തി നമുക്ക് കൽപ്പറ്റ സ്റ്റേഷനിലെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ കൂടെയുള്ള ഇന്ന് ഈ ഡിസീസായ ഒരു ഗോകുൽ എന്ന പയ്യൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 2 പേർക്ക് കൂട്ടി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അതിനുശേഷം രാത്രി 11 മണി ആയതുകൊണ്ട് നമുക്ക് മജിസ്ട്രേറ്റിലേക്ക് ഹാജരാകാൻ പറ്റാതെ കൊണ്ട് സ്ത്രീന് മൈനർ ലേഡീനെ സഖിയിലേക്ക് മാറ്റി. അതിനുശേഷം മറ്റ് ആളിനെ ഡിസീസ് ആയ ആളിനെ ഇവിടെ തന്നെ കുറച്ച് കൂടി കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി എന്തെങ്കിലും പോക്സോ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി സംശയമായതുകൊണ്ട് സ്റ്റേഷനിൽ ശിക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 26-നാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മുട്ടിൽ നിന്നും കാണാതായതായി പരാതി ലഭിച്ചത്. തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് ഗോകുലിനൊപ്പം കോഴിക്കോട് നിന്ന് കണ്ടെത്തി കൽപ്പറ്റയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം കേസെടുക്കാമെന്നായിരുന്നു പോലീസിന്റെ തീരുമാനം. സംഭവത്തിൽ പോലീസിനെതിരെ കോൺഗ്രസും BJPയും വിവിധ ആദിവാസി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ രാത്രി മുതൽ 2 പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഒന്ന് കോഴിക്കോട് പോലീസിന്റെയും അതിനുശേഷം വയനാട് പോലീസിന്റെയും കസ്റ്റഡിയിലാണ് ഈ പയ്യൻ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിന്റെ കസ്റ്റഡിയിൽ അങ്ങനെ ആരെങ്കിലും വെറുതെ വെക്കാനൊന്നും സാധിക്കില്ല. ഇനി ഒരു മിസ്സിംഗ് കേസ് ഉണ്ട് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ 26-ാം തീയതി മിസ്സിംഗ് കേസ് ഉണ്ട് എന്ന് പറയുന്നു. ഈ പയ്യനെതിരെ ഒരു FIR ഇട്ടതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ FIR ഇല്ലാത്ത ഒരാളെ ഒരു രാത്രി മുഴുവൻ കസ്റ്റഡിയിൽ വെക്കുമ്പോൾ ഇനി കസ്റ്റഡിയിൽ വെച്ചിട്ട് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചോ CCTV പരിശോധിക്കണം. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. അതിനുശേഷം കൃത്യമായ പ്രതികരണവും പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. സ്വാഭാവികമായിട്ടൊരു ബാത്റൂമിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സമയം കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടല്ലോ. പോലീസിന് വലിയ വീഴ്ച പറ്റിയെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാണ്. മരണം നടന്നത് പോലീസ് സ്റ്റേഷനുള്ളിലായതിനാൽ കസ്റ്റഡിയിലിരിക്കെയുള്ള മരണമായാണ് പരിഗണിക്കുന്നത്. സംഭവം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്വേഷിക്കും. ന്യൂസ് 18 വയനാട്. ഗുണ്ടാ കുടിപ്പകയും ചേരിതിരിഞ്ഞുള്ള ആക്രമണവും
പലപ്പോഴും വലിയ സംഘർഷത്തിൽ കലാശിക്കുന്നുണ്ട്. അവിടെ പോലീസ് ഇടപെട്ടാൽ പോലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാറില്ല. ഒടുവിൽ പോലീസിന് നേരെ പോലും ആക്രമണവും കൊലവിളിയും മുഴക്കുന്നവരുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് യുവാക്കളുടെ ആക്രമണത്തിൽ ഗ്രേഡ് SIക്കും കസ്റ്റഡിയിലെടുത്ത പ്രതിക്കും പരിക്കേറ്റ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒറ്റപ്പാലം സ്റ്റേഷനിലെ ഗ്രേഡ് SI രാജ്നാരായണനെയും കസ്റ്റഡിയിലെടുത്ത അക്ബറിനെയുമാണ് യുവാക്കൾ ആക്രമിച്ചത്. അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോഴായിരുന്നു ആക്രമണം. കേസിൽ 2 പേർ അറസ്റ്റിലായി. ഒറ്റപ്പാലം നഗരാതിർത്തിയിലെ മീറ്റ്നയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം. മീറ്റ്നയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായതറിഞ്ഞാണ് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തിയത്. അവിടെ നിന്നും അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് മടങ്ങുന്നതിനിടെ ഇയാളുടെ എതിർവിഭാഗത്തിലെ ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. അക്ബറിനും ഒറ്റപ്പാലം സ്റ്റേഷനിലെ ഗ്രേഡ് SI രാജ്നാരായണനും വെട്ടേറ്റു. ഇരുവരെയും കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. അക്ബറും എതിർവിഭാഗവും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ചിലർക്ക് പരിക്കേറ്റിരുന്നു. ഇവിടെ നിന്ന് അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. രാജ്നാരായണന്റെ കൈക്കാണ് വെട്ടേറ്റത്. സംഭവത്തിൽ മീറ്റ്ന സ്വദേശികളായ വിവേക്, ഷിബു എന്നിവർ അറസ്റ്റിലായി. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. മികച്ച ജോലിയും നല്ല ജീവിത സാഹചര്യവും സ്വപ്നം കണ്ടാണ് പലരും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. അവിടെ ഉയർന്ന ശമ്പളവും ആവശ്യത്തിന് പണവും ലഭിക്കുമായിരിക്കും. എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചാൽ എല്ലാം താറുമാറാകില്ലേ? അയർലൻഡിലെ കോർക്കിൽ 1.5 വർഷം മുൻപുണ്ടായ ഒരു കൊലപാതകം മലയാളി സമൂഹത്തെ ഏറെ നടുക്കിയതാണ്. തൃശൂർ സ്വദേശിനി ദീപയെ ഭർത്താവ് റെജിൻ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന് അറിഞ്ഞതോടെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഭർത്താവ് വിചാരണ വേളയിൽ കോടതിയിൽ മൊഴി നൽകിയത്. അയർലൻഡിൽ എത്തും മുൻപ് ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന ദീപ അവിടെയുള്ള ഒരാളുമായി അടുപ്പത്തിലായി. ഇരുവരും തമ്മിലുള്ള ഫോൺ ചാറ്റ് കണ്ടെത്തിയതാണ് പ്രകോപനമായതെന്നും റെജിൻ കോടതിയിൽ പറഞ്ഞു. കോർക്ക് സിറ്റിയിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കാർഡിനാൽ കോർട്ടിലെ വീട്ടിനുള്ളിൽ 2023 ജൂലൈ 14 38-കാരിയായ ദീപ ദിനമണിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കർണാടകയിലെ ഹൊസൂരിൽ സ്ഥിരതാമസമാക്കിയിരുന്ന തൃശൂർ സ്വദേശികളുടെ മകളായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റായ ദീപ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ താമസമാക്കിയ മലയാളി കുടുംബത്തിലെ അംഗമാണ് ഭർത്താവ് റെജിൻ രാജൻ. അടുത്ത ദിവസം തന്നെ റെജിൻ രാജനെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല. കേസിന്റെ വിചാരണ കോടതിയിൽ നടക്കവേ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടുതൽ തെളിവുകൾ നിരത്തിയതോടെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ലണ്ടനിലുള്ള യുവാവുമായി നടത്തിയ ചാറ്റിലെ അരുതാത്ത ചിത്രങ്ങൾ ഭാര്യയുടെ മൊബൈലിൽ കണ്ടെന്ന് റെജിൻ രാജൻ കോടതിയിൽ പറഞ്ഞു. ഇവരുടെ അടുപ്പത്തെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ദീപ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി തോന്നിയിരുന്നതായും റെജിൻ മൊഴി നൽകി. കൊലപാതകത്തിന് അയർലാൻഡിൽ ലഭിക്കുന്ന ശിക്ഷ, ജയിലിലെ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് കൊലയ്ക്ക് മുമ്പ് റെജിൻ ഗൂഗിളിൽ തെരഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിന് ശേഷം റെജിൻ എഴുതിയ കത്തും കൊലപാതകത്തിന് ഉപയോഗിച്ച രക്തം പുരണ്ട കത്തിയും തെളിവായി ഹാജരാക്കിയിട്ടുണ്ട്. കൊലപാതകം നടന്ന വീട്ടിൽ ഇവർക്കൊപ്പം ഒരു മലയാളി യുവതി കൂടി മുറി ഷെയർ ചെയ്ത് താമസിച്ചിരുന്നു. ഇവരിൽ നിന്നും ദീപയുടെ സഹപ്രവർത്തകരിൽ നിന്നും കോടതി മൊഴിയെടുത്തു. വിചാരണ ഒരാഴ്ച കൂടി നീണ്ടേക്കും. ദമ്പതിമാരുടെ മകൻ ദീപയുടെ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
നമ്മളൊരാളെ ഫോൺ ചെയ്താൽ ഓൺലൈൻ തട്ടിപ്പിനെതിരായ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമല്ലേ ആദ്യം കേൾക്കുന്നത്. വെർച്വൽ അറസ്റ്റിനെ കുറിച്ചും തട്ടിപ്പിൻ്റെ രീതിയെക്കുറിച്ചും അതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ എന്തിനാണ് ആ സന്ദേശമെന്ന് മനസ്സിലാകാത്ത ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടാകും. 3 മാസം മുൻപ് കൊച്ചിയിൽ ഒരു വയോധികനിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്തത് വെർച്വൽ അറസ്റ്റിൻ്റെ പേരിലാണ്. പണം നഷ്ടപ്പെട്ട ശേഷമാണ് 80-കാരൻ തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. കേസിൽ പോലീസിൻ്റെ അന്വേഷണം എത്തിയത് വടക്കേന്ത്യയിലേക്കൊന്നുമല്ല, മലപ്പുറം കൊണ്ടോട്ടിയിലാണ്. അറസ്റ്റിലായ കൊണ്ടോട്ടി സ്വദേശികളായ ഫായിസ്, മുജാസിൻ എന്നിവർ തട്ടിപ്പ് സംഘത്തിലെ പ്രധാന കണ്ണികളെന്നാണ് വിവരം. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കാൻ ആധാർ കാർഡ് ഉപയോഗിച്ചു എന്ന് ഭീഷണിപ്പെടുത്തി പനമ്പള്ളി നഗർ സ്വദേശിയായ 80-കാരനെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് 30 ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തത്. പരാതിക്കാരന്റെ കാർ ബംഗളൂരുവിൽ അപകടമുണ്ടാക്കിയിട്ടുണ്ടെന്നും ബംഗളൂരു പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഭീഷണിപ്പെടുത്തി ആദ്യ ഫോൺ സന്ദേശമെത്തി. പിന്നീട് പോലീസ് യൂണിഫോമിൽ തട്ടിപ്പ് സംഘം വാട്സപ്പിൽ വിളിച്ചു. ബംഗളൂരുവിൽ ഉടൻ എത്താനും നിർദ്ദേശം നൽകി. മാത്രമല്ല, ഡൽഹിയിൽ അറസ്റ്റിലായ ഒരാൾ പരാതിക്കാരന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് 3 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതായും തട്ടിപ്പ് സംഘം പറഞ്ഞു. ഈ കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് CBI, ED ഉദ്യോഗസ്ഥരെന്ന വ്യാജേന തട്ടിപ്പു സംഘാംഗങ്ങൾ വീണ്ടും ബന്ധപ്പെട്ടത്. സുപ്രീം ജുഡീഷ്യൽ അതോറിറ്റി അക്കൗണ്ടിലേക്ക് എന്ന പേരിൽ ജയപ്രകാശ് എന്നയാളുടെ ജയ്പൂരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ആദ്യം 4 ലക്ഷം രൂപ അയപ്പിച്ചു. പിന്നീട് പലതവണയായി മൊത്തം 30 ലക്ഷം രൂപ പ്രതികൾ തട്ടിയെടുത്തു. പരാതിക്കാരന്റെയും ഭാര്യയുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ നിന്നുള്ള തുകയും പ്രതികൾ കൈവശപ്പെടുത്തി. നവംബർ 22 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായി ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും RTGS വഴിയുമാണ് പ്രതികൾ പണം കൈക്കലാക്കിയത്. തുടർന്ന് ഡിസംബറിലാണ് 80-കാരൻ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. അന്വേഷണത്തിൽ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് സംഘമാണെന്ന് ബോധ്യമായി. ഫോൺ, ബാങ്ക് അക്കൗണ്ട് എന്നിവ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. പിടിയിലായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളായ ഫായിസ് ഫവാദ്, അസിമുൾ മുജാസിൻ എന്നിവർ തട്ടിപ്പു സംഘത്തിലെ മുഖ്യ കണ്ണികളാണെന്നാണ് വിവരം. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഉത്തരേന്ത്യൻ സംഘമാണെന്നും കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. ലഹരി തൻ്റെ ജീവിതം തകർത്തതാണ്. അതിൻ്റെ അപകടത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു. കോഴിക്കോട് ഇടിയങ്ങരയിലെ യുവാവ് ഇപ്പോൾ ലഹരിക്കെതിരായ പോരാട്ടത്തിലാണ്. എന്നാൽ ലഹരി സംഘങ്ങൾക്കെതിരെ പോലീസിന് വിവരം നൽകിയതിന് അയാൾക്ക് ക്രൂര മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. പക്ഷേ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ല. ഇങ്ങനെ പോലീസ് നിഷ്ക്രിയരാകുമ്പോഴാണ് ലഹരി മാഫിയ പിടിമുറുക്കുന്നത്. ഒരിക്കൽ അവരുടെ സംഘത്തിൽ വീണാൽ രക്ഷപ്പെടുക അത്ര എളുപ്പമല്ലെന്നും യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനിടെ കോഴിക്കോട് വീണ്ടും ലഹരി മാഫിയ അഴിഞ്ഞാടുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു. കടലുണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ സംഘം ആശുപത്രി അടിച്ചു തകർത്തു. സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ താനൂർ സ്വദേശി അൻസിലിനെയും കൊണ്ടാണ് 2 യുവാക്കൾ TMH ആശുപത്രിയിലെത്തിയത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അൻസിലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. ഇതിൽ പ്രകോപിതരായ ഇരുവരും ആശുപത്രി റിസപ്ഷനിലെ ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പരപ്പനങ്ങാടി സ്വദേശി ഉഫൈദിനെ അറസ്റ്റ് ചെയ്തു. ജില്ലയുടെ മറ്റ് മേഖലകളിൽ ലഹരി മാഫിയ അഴിഞ്ഞാടുകയാണ്. ഇടിയങ്ങര സ്വദേശിയായ യുവാവിന് ലഹരി മരുന്ന് നൽകാൻ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചാണ് മയക്കുമരുന്ന് ഇടപാടുകാരനെതിരെ പൊതുപ്രവർത്തകനായ ഷഹബാസ് വഡേരി പോലീസിൽ പരാതി നൽകിയത്. പരാതി നൽകിയതിന് പിന്നാലെ ഇയാളും കൂട്ടാളികളും ചേർന്ന് ഓഫീസിലെത്തി ഷഹബാസിനെയും സുഹൃത്തിനെയും മർദ്ദിക്കുകയായിരുന്നു. ലഹരി ഉപയോഗിച്ചിരുന്നു.
ആ ലഹരി ഉപയോഗിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നു. ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ സാഹചര്യത്തിനപ്പുറം ഇദ്ദേഹം വീണ്ടും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിവരം എനിക്ക് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പറഞ്ഞ എൻ്റെ ഓഫീസിൽ വന്ന് മർദ്ദിച്ചു എന്ന് പറയുന്ന അനീഷ് ബാബു എന്ന് പറയുന്ന ആളും ഒരു ഷൈനേഷ് എന്ന് പറയുന്ന ആളും കൂടെയാണ് വന്നത്. അവര് ഈ ലഹരി വൻ തോതിൽ ബാംഗ്ലൂരിൽ നിന്നും പുറത്തുനിന്നും സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇതുപോലുള്ള ആളുകൾക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് എക്സൈസിന് പരാതി നൽകി. അത് നടപടി ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഇവരെ ഒരു എറണാകുളം ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ പരാതി നൽകി. പക്ഷേ യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. താൻ ഏറെ നാളായി MDMAക്ക് അടിമയായിരുന്നുവെന്ന് പരാതിക്കാരനായ യുവാവ് സമ്മതിക്കുന്നു. ലഹരി ഉപയോഗം അവസാനിപ്പിച്ചെങ്കിലും പിന്നാലെ നടന്നുപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇതോടെയാണ് പരാതി നൽകാൻ തയ്യാറായതെന്നും യുവാവ് പറഞ്ഞു. മുമ്പ് ഞാൻ വാങ്ങിച്ചിരുന്നു. പിന്നെ ഒരു ദിവസം ആവശ്യമായി ഷഹബാസ് ഇത് കാണാനിടയായി. അങ്ങനെ ഷഹബാസ് ഇത് നിർത്താൻ വേണ്ടിയിട്ട് എന്നെ ഇതാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ അനീഷ് ബാബു എന്ന വ്യക്തി വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരണ ഇതായി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഷഹബാസ് ഞാനും കൂടി പിന്നെ പരാതിപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ അതിൻ്റെ വൈരാഗ്യത്തിൽ ഇവർ ഷഹബാസ് ഓഫീസിൽ ഇരിക്കുന്നത് ഷഹബാസിനെ ഓഫീസിലൊന്ന് അടിക്കായിരുന്നു. അപ്പോൾ ഷഹബാസ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ അവരെന്നെയും ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. തലയെടുത്ത് ഇതിലടിക്കുക, ഗ്ലാസിൻ്റെ മുകളിലടിക്കുക, പിന്നെ കൈക്ക് ഒക്കെ വർക്കുണ്ട്. ഇതിന് പിന്നെ ഇവിടുത്തെ എല്ലിന് ചെറിയ പൊട്ടുണ്ട്. മൊബൈൽ ഫോൺ അടക്കം പ്രതികൾ കവർന്നതായും പരാതിയിൽ പറയുന്നു. മൊബൈൽ പലപ്പോഴും ഓണാവുന്നുമുണ്ട്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ ലഹരിയുടെ പ്രധാന ഇടനാഴികളാണോ? ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. തമിഴ്നാട് സ്വദേശികളായ 2 വിദ്യാർത്ഥികളുടെ മുറികളിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പ്രതികൾക്ക് SFI ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നെങ്കിലും അത് നിഷേധിച്ച് നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. SFIയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ബോധപൂർവമായ നീക്കമാണ് ചിലർ നടത്തുന്നതെന്ന് SFI ജില്ലാ നേതൃത്വം ആരോപിച്ചു. രാവിലെ 11 മണിയോടെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പാളയം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ പരിശോധനയ്ക്കെത്തിയത്. വേനലവധി ആരംഭിച്ചതിനാൽ മിക്ക മുറികളിലും വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. സംശയം തോന്നിയ മുറികൾ തുറന്നു നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് തമിഴ്നാട് സ്വദേശികളുടെ പക്കൽ നിന്ന് 20 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. അതേസമയം SFIയെ സംശയനിഴലിൽ നിർത്താനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നതെന്ന വിമർശനവുമായി ജില്ലാ നേതൃത്വം രംഗത്തെത്തി. നിലവിൽ SFI പ്രവർത്തകൻ എന്നൊക്കെ പല മാധ്യമങ്ങൾക്കകത്തും സൂചിപ്പിക്കുന്നുണ്ടായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് SFI പ്രവർത്തകൻ എന്ന് മാധ്യമങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്? അത് ഏത് രൂപത്തിലേക്കാണ് SFI പ്രവർത്തകൻ എന്ന് പറയുന്നുണ്ടായിട്ടുള്ളത്? ഏത് റൂമിനകത്ത് നിന്നാണ് അല്ലെങ്കിൽ ഏത് ആളുകളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് എന്ന് എന്ത് കൺഫർമേഷനാണ് നിലവിലെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? അപ്പോഴും പറയുകയാണ് SFI ആണ്, SFIയുടെ ഹോസ്റ്റലാണ്, SFIയുടെ നേതൃത്വത്തിലുള്ള ഹോസ്റ്റലാണ് എന്ന്. കേരള സർവകലാശാലയ്ക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുമായി ബന്ധമില്ലെന്ന് വൈസ് ചാൻസലർ. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഹോസ്റ്റലല്ല. കേരള ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഹോസ്റ്റലാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ അധികാരികൾക്കാർക്കും തന്നെ അതിൻ്റെ ഭരണത്തിലോ ഒന്നിലും പങ്കില്ല. അതേസമയം യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ നടപടിയെ, പോലീസ് നടപടിയെ യൂണിവേഴ്സിറ്റി സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ ഹോസ്റ്റലുകളും ഈ രീതിയിൽ പോലീസ് റെയ്ഡ് നടത്തണമെന്നും അവിടുത്തെ കുട്ടികളെ ഇങ്ങനെ ലഹരി ഉപയോഗിക്കാത്തവരാണ് എന്ന് ഡിക്ലെയർ ചെയ്യണമെന്നുള്ളതാണ്. എക്സൈസ് സംഘം ഒരു മുറിക്കുള്ളിൽ മാത്രം പേരിന് വേണ്ടിയുള്ള പരിശോധനയാണ് നടത്തിയതെന്നും ഈ ഘട്ടത്തിൽ ഒരു സംഘടനയ്ക്കെതിരെയും ആരോപണമുന്നയിക്കാൻ ഇല്ലെന്നും KSU ഭാരവാഹികൾ വ്യക്തമാക്കി. ഒരു മുറിയിൽ മാത്രം പരിശോധന നടത്തി 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയതിനു ശേഷം ആ എക്സൈസ് സംഘം ഇവിടെ നിന്നും മടങ്ങിപ്പോയി എന്നുള്ളതാണ്. മറ്റിടങ്ങളിലേക്ക് പരിശോധന നടത്തുവാനോ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുവാനോ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്.
ലഹരി വ്യാപനത്തിന് തടയിടുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ മറ്റ് കോളേജ് ഹോസ്റ്റലുകളിലും നിരീക്ഷണം ശക്തമാക്കാനാണ് പോലീസിന്റെയും എക്സൈസിന്റെയും തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യപാനികളും ലഹരി സംഘങ്ങളും സമൂഹത്തിൽ പല രീതിയിലാണ് ദുരിതം വിതയ്ക്കുന്നത്. വാഹനത്തിലിരുന്ന് മദ്യപിക്കുക മാത്രമല്ല, മദ്യക്കുപ്പികൾ റോഡിലേക്ക് വലിച്ചെറിയുന്നവരുമുണ്ട്. ഇങ്ങനെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ അശ്രദ്ധമായി ബിയർ കുപ്പി വലിച്ചെറിഞ്ഞ് ഒരു കുട്ടിക്ക് പരിക്കേറ്റ വാർത്തയെക്കുറിച്ച് എല്ലാവരും അറിയണം. മദ്യപാനികൾ വലിച്ചെറിഞ്ഞ ബിയർ കുപ്പി കൊണ്ട് കള്ളിക്കാട് സ്വദേശി ആദം ജോണിനും പിതാവ് രജനീഷിനുമാണ് പരിക്കേറ്റത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. കാട്ടാക്കടയിലെ ബാറിലെത്തിയവർ തമ്മിലുള്ള തർക്കത്തിനിടെയാണ് ബിയർ കുപ്പി കൊണ്ടുള്ള ആക്രമണം ഉണ്ടായത്. പുറത്തുനിന്ന് കാറിലെത്തിയവരും ബാറിനകത്തുണ്ടായിരുന്ന ഒരു വിഭാഗവുമായി വാക്കുതർക്കമുണ്ടാവുകയും ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു. തുടർന്ന് ബാറിൽ നിന്ന് ഇറങ്ങി വന്നവർ കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പി റോഡിലേക്ക് വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു. ഇത് തെറിച്ചുകൊണ്ടാണ് ഈ സമയം ഇതുവഴി യാത്ര ചെയ്യുകയായിരുന്ന രജനീഷിനും മകൻ 5 വയസ്സുകാരൻ ആദം ജോണിനും പരുക്കേറ്റത്. കുഞ്ഞിന്റെ നെഞ്ചിലും കാലിലും ബിയർ കുപ്പിയുടെ ചില്ലുകൾ പതിച്ചു. കാട്ടാക്കട ഇവിടെ വിസ്മയിൽ പോയിട്ട് നമ്മൾ കിള്ളി വരെ പോയായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി കൊച്ചിന്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്കാണ് അഭിരാമിയുടെ ഫ്രണ്ട് വരുന്നപ്പോൾ ഒരു കുപ്പി ഇങ്ങനെ വരുന്നുണ്ട്. കുഞ്ഞിൻ്റെ നെഞ്ചത്ത് വന്ന് വീണേ. അതിനുശേഷം പൊട്ടിത്തെറിച്ച് കൊച്ചിൻ്റെ കാലും അഭാവെല്ലാം കീറിയിട്ടുണ്ട്. എൻ്റെ ദേഹത്തും വന്ന് വീണിട്ടുണ്ട്. അങ്ങനെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തപ്പോഴാണ് സാറ് വന്ന് ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു. ഞാനവിടെ അന്വേഷിച്ചപ്പോൾ അവർ കാറിൽ പോയെന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് അകത്തോട്ട് പിടിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ എന്തൊരു ചെറിയ സംഘർഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വണ്ടിയിൽ വന്ന സമയത്താണ് എറിഞ്ഞത്. കാട്ടാക്കടയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നൽകിയ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കാട്ടാക്കട CIയുടെയും SIയുടെയും നേതൃത്വത്തിൽ പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മൊബൈൽ ഫോണും മിഠായിയും നൽകി വശീകരിക്കും. പെൺകുട്ടികളെ പ്രണയം നടിച്ച് പീഡിപ്പിക്കും. ഇതാണ് മലപ്പുറം കാളികാവ് സ്വദേശി സുഫൈലിൻ്റെ രീതി. ലഹരിക്കടത്ത് പോക്സോ ഉൾപ്പെടെ 10 കേസുകളിൽ പ്രതിയാണ്. ഒരു പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീലിന് പോയതോടെ സുഫൈലിന് ജാമ്യം കിട്ടി. എന്നാൽ വീണ്ടും അയാളെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതോടെയാണ് കോടതി നിർദ്ദേശപ്രകാരം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടകാരിയായ ഇയാളെ ഇനി പുറത്തിറങ്ങാൻ പോലും അനുവദിക്കരുത്. മറ്റ് കേസുകളിൽ ഉൾപ്പെടരുത് എന്നടക്കമുള്ള വ്യവസ്ഥകളോടെയാണ് ഹൈക്കോടതി സുഫൈലിന് ജാമ്യം അനുവദിച്ചിരുന്നത്. ജാമ്യത്തിലിറങ്ങിയ സുഫൈൽ പാലക്കാട് ജില്ലയിലെ നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് കഞ്ചാവുമായി പിടിയിലായി. ഇതോടെ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കി. തുടർന്ന് ഒളിവിൽ പോയതോടെ പ്രതിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. പെരുന്നാൾ ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് സുഫൈലിനെ പോലീസ് പിടികൂടിയത്. പ്രതിക്കെതിരെ ലഹരിക്കടത്ത്, പോക്സോ ഉൾപ്പെടെ 10 കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് കാളികാവ് സ്റ്റേഷനിൽ തന്നെ ഇയാൾക്കെതിരെ 3 കേസുകളുണ്ട്. മൊബൈൽ ഫോണും മിഠായി നൽകി കുട്ടികളെ വശീകരിക്കുകയും പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. 2021 സുഫൈലിനെ കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് നാട് കടത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ അടിക്കടി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ നാടിനെ ഭയപ്പെടുത്തുകയാണ്. ജിം സന്തോഷിന്റെ കൊലപാതകം, അനീറിനെതിരായ വധശ്രമം, ഗുണ്ട ഏറ്റുമുട്ടൽ എന്നിവയിലൊക്കെ അന്വേഷണം നടക്കുമ്പോഴാണ് നാട്ടുകാരെ ഭീതിയിലാക്കിയ മറ്റൊരു സംഭവവും.
കഴിഞ്ഞ ദിവസം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ കത്തിച്ചതിൽ പല ദുരൂഹതയുമുണ്ട്. ജിം സന്തോഷിന്റെ കൊലപാതകവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് കരുനാഗപ്പള്ളി പോലീസ് അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 8:30 സംഭവം. കരുനാഗപ്പള്ളി തഴവ വാളാലിൽ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് തീ പടർന്നത്. ഉടൻ തന്നെ നാട്ടുകാർ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തു. കരുനാഗപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചെങ്കിലും കാർ പൂർണ്ണമായി നശിച്ചു. ഷെവർലെറ്റ് ബീറ്റ് കാറാണ് കത്തി നശിച്ചത്. 4 മാസമായി റോഡരികിൽ ഈ കാർ ഉപേക്ഷിച്ച നിലയിലായിരുന്നു എന്ന നാട്ടുകാരുടെ മൊഴിയിലാണ് പോലീസിന് ചില സംശയങ്ങൾ ഉദിച്ചത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കാറിന് സമീപത്തേക്ക് ഒരാൾ നടന്നു വരുന്നതിന്റെയും കയ്യിൽ കരുതിയിരുന്ന ദ്രാവകമൊഴിച്ച് കാർ കത്തിക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇതാരാണെന്നും എന്തിനാണ് കാർ കത്തിച്ചതെന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. ഏതെങ്കിലും കേസിന്റെ തെളിവ് നശിപ്പിക്കാനായിരുന്നു കാർ കത്തിച്ചതെന്നും സംശയമുണ്ട്. ലഹരി സംഘങ്ങൾ ഉപയോഗിച്ചിരുന്ന കാറാണ് ഇതെന്ന സൂചനകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊട്ടാരക്കര. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പുലർച്ചെയാണ് എറണാകുളം സ്വദേശിനി ആദിത്യയുടെ ബാഗും മൊബൈൽ ഫോണും മോഷണം പോയത്. തുടർന്ന് യുവതി നൽകിയ പരാതിയിൽ റെയിൽവേ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി രാജു, നിലമ്പൂർ സ്വദേശി നിഷാബ് എന്നിവരാണ് പിടിയിലായത്. മാർച്ച് 30 അന്ത്യോദയ എക്സ്പ്രസിൽ സഞ്ചരിക്കുകയായിരുന്ന എറണാകുളം സ്വദേശിനി ആദിത്യ രാജേഷ് പുലർച്ചെ 12:30 ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ സീറ്റിൽ വെച്ചിരുന്ന ബാഗും അതിലുണ്ടായിരുന്ന 10,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും മോഷണം പോവുകയായിരുന്നു. തുടർന്ന് യുവതി നൽകിയ പരാതിയിൽ റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിലമ്പൂർ വഴിക്കടവ് സ്വദേശി നിഷാബ്, മലപ്പുറം പുന്നക്കാട് സ്വദേശി രാജു എന്നിവർ പിടിയിലായത്. റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാക്കളെ പരിശോധിച്ചപ്പോഴാണ് 2 മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തത്. ഇതിലൊന്ന് പരാതിക്കാരിയുടേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു ഫോൺ മാഹിയിൽ നിന്നും മോഷ്ടിച്ചതാണെന്നും മൊഴി നൽകി. പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ണൂർ പഴയപുരയ്ക്കൽ വീട്ടിൽ ശ്രീജേഷിന്റെ പേരിലാണ് ഈ ഫോണെന്ന് കണ്ടെത്തി. തുടർന്ന് ഉടമയെ വിവരമറിയിച്ചു. ഏകദേശം 2 മണിയോടെ സംശയമായ സാഹചര്യത്തിൽ നമുക്ക് 2 ആൾക്കാരെ കിട്ടി. ആ 2 ആളുടെ വേറെബിൾസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ പല കളവ് കേസുകളിലും പ്രതിയായിട്ടുള്ളതാണ്. ഒരാൾ അതിൽ MDMA കേസിലും പ്രതിയായിട്ടൊന്നും മനസ്സിലായി. അവരുടെ കയ്യിൽ നിന്ന് 2 ഫോണുകളാണ് നമുക്ക് കിട്ടിയത്. അത് 2ഉം ലോക്ക് അഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഫോണാണ്. അപ്പോൾ ആ ഫോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഫോണ് അവർ ഇവിടെ നിന്ന് എടുത്ത ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഫോൺ തന്നെയായിരുന്നു. രണ്ടാമത്തെ ഫോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷനിൽ മദ്യപിച്ച് കിടന്നിരുന്ന ഒരാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത ഒരു ഫോണാണ്. അങ്ങനെ 2 കളവ് കേസിൽ നമ്മൾ ഷൊർണൂർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിഷാബിന് കൊണ്ടോട്ടി, കോഴിക്കോട്, ആലുവ സ്റ്റേഷനുകളിലായി 4 കേസുകളുണ്ട്. 2022 മുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതിനു ശേഷമാണ് വീണ്ടും മോഷണം നടത്തിയത്. രാജുവിന് വിവിധ സ്റ്റേഷനുകളിലായി 3 കേസുകളുണ്ട്. റെയിൽവേ സംരക്ഷണ സേനയുടെ സഹായത്തോടെ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, C സുമേഷ്, മകനീഷ്, രതീഷ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ സ്വകാര്യ ജനസേവന കേന്ദ്രത്തിൽ നിന്ന് എമ്പുരാൻ വ്യാജ പതിപ്പ് പിടിച്ചെടുത്ത് പോലീസ്. തമ്പുരു കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിക്കെതിരെ കേസെടുത്തു. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ കുട്ടികൾക്ക് ജാമ്യം നൽകരുതെന്ന് പിതാവ്. ഷഹബാസിന്റെ കുടുംബം കോടതിയിൽ തടസ്സ ഹർജി നൽകി. മൂവാറ്റുപുഴയിൽ ബാറിൽ ആക്രമണം നടത്തിയ സഹോദരങ്ങൾ അറസ്റ്റിലായത് വെള്ളൂർക്കുന്നം സ്വദേശി ഷറഫ്, സഹോദരൻ മുബീൻ എന്നിവർ.
തിരുവനന്തപുരത്ത് തീരദേശ മേഖലകളിൽ വിൽപ്പന നടത്താനെത്തിച്ച MDMA-യുമായി 2 പേർ പിടിയിൽ. വിഴിഞ്ഞം സ്വദേശികളായ ജൂഡ് ഗോഡ്ഫ്രീ, ഡിസൂസ അടിമ എന്നിവരെയാണ് 12 ഗ്രാം MDMA-യുമായി റൂറൽ നാർക്കോട്ടിക് സെൽ പിടികൂടിയത്. കാട്ടാക്കട പൊറ്റയിൽ ക്ഷേത്രത്തിന് സമീപം പണം വെച്ച് ചീട്ട് കളിച്ച 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പൊറ്റയിൽ സ്വദേശികളായ ജയൻ, മോഹൻലാൽ എന്നിവർ. വിദ്യാർത്ഥിയുടെ പിതാവിൽ നിന്ന് പ്രണയം നടിച്ച് പണം തട്ടിയ കേസിൽ 25-കാരിയായ അധ്യാപിക അടക്കം 3 പേർ ബംഗളൂരുവിൽ പിടിയിൽ. പ്രീ സ്കൂൾ അധ്യാപിക ശ്രീദേവി രുദാണി, ഗണേഷ് കാലെ, സാഗർ മോർ എന്നിവരാണ് ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര സ്നേഹം, വിശ്വാസം, കരുതൽ എന്നിവ നഷ്ടപ്പെട്ടിരിക്കുന്നു. വിവാഹബന്ധം വീണ്ടെടുക്കാനാവാത്ത വിധം തകർന്നു പോയിരിക്കുന്നു. ഒരു വിവാഹമോചന കേസിൽ വിധി പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയാണ് കേരളത്തിലെ ഗുരുതരമായ സാഹചര്യത്തെക്കുറിച്ച് നിരീക്ഷണം നടത്തിയത്. തൻ്റെ ഭർത്താവ് അന്ധവിശ്വാസിയാണെന്നും ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ലെന്നും ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഒരു യുവതി കോടതിയെ സമീപിച്ചിരുന്നു. തന്നെ തനിച്ചാക്കി അയാൾ തീർത്ഥാടനത്തിന് പോകുന്നു. അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആക്ഷേപങ്ങളും യുവതി ഉന്നയിച്ചു. വിശദമായ വാദം കേട്ട ഹൈക്കോടതി അവർക്ക് വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തു. കുടുംബജീവിതത്തോടുള്ള ഭർത്താവിൻ്റെ താല്പര്യമില്ലായ്മയും ഭാര്യയോടുള്ള അടുപ്പമില്ലായ്മയും ദാമ്പത്യ കടമകൾ നിറവേറ്റുന്നതിൽ ഭർത്താവ് പരാജയമാണെന്ന് വിലയിരുത്താമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി കേസ് തീർപ്പാക്കിയത്. പങ്കാളിയുടെ വ്യക്തിഗതമായ വിശ്വാസങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരമല്ല വിവാഹം എന്ന കോടതിയുടെ പരാമർശം എല്ലാവർക്കുമുള്ള താക്കീതാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.